മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് വേണ്ടിയുള്ള ടൗൺഷിപ്പിനായി സർക്കാരിന് എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കാമെന്ന് ഹൈക്കോടതി. എൽസ്റ്റൺ, ഹാരിസൺ മലയാളം എസ്റ്റേറ്റുകൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും തുക കുറവാണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വയനാടിന്റെ മനസ്സറിഞ്ഞ വിധിയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. എസ്റ്റേറ്റ് ഭൂമികൾ ഏറ്റെടുക്കുന്നതിനെതിരെ ഉടമകൾ നൽകിയ ഹർജി തള്ളിയാണ് സർക്കാരിന് ആശ്വാസമാകുന്നതും ദുരന്തബാധിതർക്ക് പ്രതീക്ഷയുമാകുന്ന ഹൈക്കോടതിയുടെ സുപ്രധാന വിധി. എസ്റ്റേറ്റ് ഭൂമികൾക്ക് നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ലാൻഡ് അക്വിസിഷൻ നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കാം. എസ്റ്റേറ്റ് ഉടമകൾ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് സർക്കാരിന് വേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്നും നഷ്ടപരിഹാരത്തിൽ തർക്കമുണ്ടെങ്കിൽ ഉടമകൾക്ക് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാമെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടു. നാളെ മുതൽ സർക്കാരിന് ഭൂമി അളന്ന് തിട്ടപ്പെടുത്താം. കോടതി വിധി സ്വാഗതം ചെയ്ത് മന്ത്രി കെ രാജൻ രംഗത്തെത്തി. പുതുവത്സര ദിനത്തിൽ സ്പോൺസർമാരുമായി മുഖ്യമന്ത്രി സംസാരിക്കുമെന്നും മന്ത്രി. ഒരു സമയം പോലും തെറ്റിയിട്ടില്ല എന്നുള്ളതാണ് കോടതി വിധി ആവർത്തിച്ചു പ്രഖ്യാപിക്കുന്നത്. ഇന്നത്തെ കോടതി വിധി മനുഷ്യൻ്റെ ഹൃദയമറിയുന്നതും ദുരന്ത നിവാരണ പ്രക്രിയയിൽ സർക്കാരിൻ്റെ വികാരം കോടതി പൂർണ്ണമായി തിരിച്ചറിഞ്ഞു എന്നുള്ളതിൻ്റെയും പ്രധാനപ്പെട്ട തെളിവാണ്. വിധിയെ മുണ്ടക്കൈ ചൂരൽമല ആക്ഷൻ കൗൺസിൽ സ്വാഗതം ചെയ്തു. പുനരധിവാസത്തെ സർക്കാർ ഗൗരവത്തോടെ സമീപിച്ചില്ലെങ്കിൽ ഇതുവരെ ഉണ്ടായ സമീപനത്തിൽ മാറ്റം വരുത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും പ്രതികരിച്ചു. ആദ്യത്തെ ഒരു ആവേശം ഇപ്പോൾ കാണുന്നില്ല. ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട് എല്ലാ നടപടിക്കും. ഇങ്ങനെ നീണ്ടുപോയാൽ ഞങ്ങൾ ഇതുവരെ എടുത്തിരിക്കുന്ന നിലപാടിൽ നിന്നും മാറി വ്യത്യസ്തമായൊരു നിലപാടെടുക്കാൻ ഞങ്ങളെ നിർബന്ധിക്കരുത് എന്നേ പറയാനുള്ളൂ. എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിനെതിരെ ഹാരിസൺ മലയാളം ലിമിറ്റഡ്, എൽസ്റ്റൺ എസ്റ്റേറ്റ് എന്നിവരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ആകെ ഏറ്റെടുക്കുന്നത് 143 ഹെക്ടർ ഭൂമിയാണ്. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമമനുസരിച്ച് നഷ്ടപരിഹാരം നൽകണമെന്നതായിരുന്നു എസ്റ്റേറ്റ് ഉടമകളുടെ പ്രധാന ആവശ്യം. എസ് ശ്രീകാന്ത്, 24, കൊച്ചി.